ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഫോണായിട്ടാണ് എണീക്കുന്നത്. ഇന്നൊരു ഡേ ഇൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ എൻ്റെ മുടി ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് കുറകുറാന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണോ ഗൈസ്? അപ്പോൾ എനിക്കങ്ങനെയാണ്. എണീറ്റിട്ട് മുടിയൊക്കെ കെട്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊണ്ട് വയ്ക്കലാണ് ആദ്യത്തെ എൻ്റെ ഒരു പണി എന്ന് പറയണത് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇതേന്ന് കണ്ടപ്പോൾ മനസ്സിലേക്കാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഏട്ടനുണ്ടായിരുന്നു. ഏട്ടൻ രാവിലെ തന്നെ പോയി. രാവിലെ തന്നെ പോകാൻ കാരണം, ഞാനിവിടേക്ക് വരാനുള്ള കാരണം, നമ്മളെ വീട്ടിൽ ആരുമില്ല. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും നിഖിലും കീത്തും കൂടെ കുറച്ച് അകലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഒരു 1 വീക്കല്ല, ഒരു 5 ദിവസം എന്തായാലും നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും ഉണ്ടാകുക വീട്ടിൽ. അതെന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പതിയെ വ്ളോഗായിട്ട് വരും. അപ്പോൾ ഇന്നലെയാണ് അവർ പോയത്. ഇന്നലെ പോയപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ മൺഡേ അമ്മ ലീവാണ്. അപ്പോൾ കുറേ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നാത്തൂനുണ്ട്. നാത്തൂനൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് കൂടാൻ പറ്റത്തുള്ളൂ. കാരണം പാറൂസിന് ഡാൻസ് ക്ലാസ് ഉള്ള കാരണം കൊണ്ട് സാറ്റർഡേയും സൺഡേ എനിക്ക് ഒട്ടും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അവളെ ഡാൻസ് ഇപ്പോൾ മിസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വന്നു. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പം ഇനി വീട്ടിൽ കുറച്ച് ദിവസം അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇന്ന് വരുമെന്ന് വിചാരിച്ചതല്ല, വന്നു. കുറച്ച് പോകണം. ഏട്ടൻ നേരത്തെ പോകാൻ കാരണം, ഏട്ടനുണ്ടായിരുന്നു നേരത്തെ പോകാൻ കാരണം ഒരു 6:45 ഒക്കെ ആയപ്പോൾ പോയി ആളെ ഇട്ടിട്ട്. വീട്ടിൽ പോത്തുകുട്ടികളുണ്ടല്ലോ, പോത്തുകുട്ടികൾക്ക് വെള്ളം കൊടുക്കണം, അവറ്റങ്ങൾ അഴിച്ച് കെട്ടണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ സീജിക്കുട്ടി ഇലയും മുറിച്ച് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു ഇഡലിയാന്ന്. എനിക്ക് ഇന്നലെ മാവിൻ്റെ സ്മെല്ലൊക്കെ പോലെ തോന്നി അടുക്കളയിൽ കയറിയപ്പോൾ. ഇഡലി ഇല്ല, ഇന്നലെ ഇഡലി ഇല്ല. മോളിങ്ങനെ പറയണ്ടായിരുന്നു, പേരക്കുട്ടി അമ്മാമ്മ എനിക്കിങ്ങനെ അട ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അട. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അട അമ്മ ചുടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയുണ്ട് കേട്ടോ വീട്ടിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, പാറുമോള് കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാക്കണതാണ് കേട്ടോ. എന്താ, എനിക്കിപ്പോൾ അമ്മയുള്ളപ്പോൾ വീട്ടിൽ പോകാൻ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു. എനിക്ക് എന്നും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അമ്മ ഉള്ളപ്പോൾ പോയി വരാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ അടയുടെ ഫില്ലിങ്ങേക്ക് ശർക്കരയും നാളികേരം കൂട്ടുള്ള മിക്സിങ് ആട്ടോ. പണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടല്ല, എനിക്കിപ്പോഴും ഇഷ്ടം. അച്ഛനപ്പം അച്ഛൻ്റെ തോട്ടത്തിലാണ്, അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുഞ്ഞു വാഴകൾ നട്ടത് നന്നായിട്ടൊന്ന് വലുതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നന്നായിട്ട് കുക്കമ്പറും കൈപ്പക്കായും നല്ല രീതിയിൽ വന്നിട്ട് ഒരുപാട് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെൻഡിങ് കുറച്ച് തക്കാളി നിൽക്കുന്നുണ്ട്, പിന്നെ വഴുതന, അതേപോലെ തന്നെ ഇപ്പോൾ ശരിക്കും വരുന്നത് കോളിഫ്ലവറും ക്യാബേജും ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാബേജ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ക്യാബേജ് ശരിക്കും കാണുന്നത്, അതായത് നേരിട്ട് വലുതായിട്ട് കാണുന്നത്. അത് എൻ്റെ അച്ഛൻ്റെ പറമ്പിൽ അച്ഛനുണ്ടാക്കിയതാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമാണോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ക്യാബേജൊക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പം ആക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ 1-2 എണ്ണം പറിക്കണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറിച്ചോളാം അച്ഛൻ പറിക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചതുകൊണ്ട് അച്ഛൻ രാവിലെ തന്നെ പറിച്ചില്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഫുൾ അച്ഛന് ഭയങ്കര ഡെഡിക്കേഷനായി ഒരു കാര്യം. അച്ഛന് എത്ര വയ്യായുണ്ടെങ്കിലും അച്ഛനത് ചെയ്യും. അങ്ങനെയാണ്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് അച്ഛൻ ഇത്രയും വിളവെടുപ്പ്. ഒരുപാട് പേർക്ക് അത് കൊടുത്തായിരുന്നു. പിന്നെ ശരിക്കും സെയിൽ ചെയ്ത് തുടങ്ങി. തക്കാളിയൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി പെൻഡിങ് കുറേ വന്നത് അച്ഛൻ സോസ് ഉണ്ടാക്കി. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് തക്കാളി ഉള്ളത് പൊട്ടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ തക്കാളിയൊക്കെ പൊട്ടിച്ചിട്ടോ. ക്യാബേജ് 2 പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ പറിച്ചിങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ അച്ഛൻ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നുകളയും. അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റുമാണ്. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല ചീത്തയേക്കും. എനിക്ക് മാത്രമല്ല, മരുമക്കും ചീത്തയേക്കും. അതായത് കാര്യങ്ങൾ നോക്കാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ സഹായം ഇല്ലാണ്ടാണ് അച്ഛനൊക്കെ ചെയ്യുന്നത്.
അമ്മയില്ല, ഞങ്ങളാരുമില്ല. അമ്മ രാവിലെ ഞാൻ വരുമ്പോഴാണ് അമ്മ കൃഷിത്തോട്ടം കാണുന്നത്. അമ്മയ്ക്ക് അതിന് നേരവും ഇല്ല കേട്ടോ. വെളുപ്പാങ്കാലത്ത് പോയിട്ട് അമ്മ പാതിരാത്രിക്കേ വരാം. അച്ഛൻ ആരും അച്ഛനെ സഹായിക്കാനുണ്ടാവില്ല, ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്തിട്ടാണ് ഇതാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഒരെണ്ണം സെപ്പറേറ്റ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതും പറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കും ചാന്തുവിനും കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ കയ്യിൽ 2 വലിയ കൊല്ലയായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ആദ്യം പറഞ്ഞു ഇത് അങ്ങനെ തന്നെ കൊണ്ടുകൂടി വീട്ടിലേക്ക് പറഞ്ഞു. പക്ഷേ എനിക്കതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് കാണേണ്ടതുണ്ടായിരുന്നു. കാശിമോനെ എണീറ്റിട്ട് ഭയങ്കര വാശിയായിരുന്നു. കാശി ആരെങ്കിലും പോവാൻ കൂട്ടാക്കില്ല കേട്ടോ. അവന് ഒരു അമ്മ മോനാണ്. എൻ്റെ കയ്യിലും ഏട്ടൻ്റെ കയ്യിലും മാത്രം ഇപ്പം അവൻ പോവുള്ളൂ, വേറെ ആരൊക്കെയും പോകുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല, വളരും തോറും അത് ഇച്ചിരി കൂടിക്കൂടി വരിക. അപ്പം നമ്മുടെ അച്ഛൻ്റെ ക്യാബേജ് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു കേട്ടോ. അപ്പം ചാന്തു ഓടി വന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജൊക്കെ അല്ലെങ്കിൽ കോളിഫ്ലവർ നോക്കണം എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കാൻ. എന്താ പറയുക, കോളിഫ്ലവറും ഇതൊക്കെ പറ്റും, എല്ലാം നമ്മുടെ നാട്ടിൽ പറ്റും. അപ്പോൾ അതേ കാശിക്കുട്ടനെ പുന്നരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൻറ്റി. അവനിങ്ങനെ കുറച്ച് മടിയും, അതായത് ഒരു ചടപ്പുള്ളതുകൊണ്ട് ഒന്ന് ചൊറി പിടിപ്പിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. കാശിമോൻ ഇങ്ങനെ ഇരുന്ന് ഉമ്മ വെപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമ്മ പറയുന്നത് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ. ഈ അട ഇഷ്ടമുള്ള ആൾക്കാർ, ശർക്കരയുടെ ഇഷ്ടമുള്ള ആൾക്കാർ വേഗം പറയാൻ മറക്കരുത്. നമ്മുടെ കൊഴുക്കട്ട ഉണ്ടല്ലോ, സെയിം കൊഴുക്കട്ട ഇങ്ങനെ ഉരുണ്ടിരിക്കും, ഈ അട നിവർന്നിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്കിതിൻ്റെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വെച്ചിട്ട് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ ഡയറ്റാണ് ഗൈസ്, കഴിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ കഴിച്ചു. എനിക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചാന്തു രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കാപ്പിയാണ് കുടിക്കുക. അവൾ ചായ കുടിക്കാറില്ല, ചില സിറ്റുവേഷനിൽ മാത്രം ചായ കുടിക്കാറുള്ളൂ കേട്ടോ. കാപ്പിയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അതേ അവൾ കാപ്പി ഉണ്ടാക്കുകയാണ്. അപ്പം അമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയോ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവളെ. ഈ നമ്മുടെ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടാണ് അട ചുടുന്നത്. ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു ഷോർട്സ് ആയിട്ടിടാം. പാറുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഈ ശർക്കരയും നാളിലൊക്കെ എടുത്ത് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്നെ പണ്ട് കൊല്ലുമായിരുന്നു വെറുതെ അതെടുത്ത് തിന്നുമ്പോൾ. പിന്നെ അതിൻ്റെ ചട്ടിയൊക്കെ ഇങ്ങനെ തുടച്ച് വടിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് അമ്മ ഇഡ്ലി ചെമ്പൊന്ന് പൊക്കി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടോ. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെല്ലാവരും എണീറ്റ് നേരം തന്നെ ഒരു നേരമാണ്. എൻ്റെ അമ്മയും മുടക്ക് ദിവസങ്ങളിൽ നല്ലോണം ലേറ്റായിട്ടാണ് എണീക്കുക. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇങ്ങനെയാണ്. കാശിക്കുട്ടൻ ആദ്യം ഇച്ചിരി മടി ഉണ്ടായിരുന്നു, കാരണം കാശി ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചിട്ടില്ല. ശരിക്കും അട ആദ്യമായിട്ടാണ് കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശർക്കര കുറച്ച് മാറ്റിയിട്ട് കൊടുത്തപ്പോൾ കഴിച്ചായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായ വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാന്തു അതെ 5 അതെ ഒരു പറ ചായ വെച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് കുടിക്കാൻ 1 കപ്പ് ചായ വേണം ഗൈസ്. ആ 1 കപ്പ് ചായ ഉണ്ടെങ്കിൽ ആൾ തൃപ്തിയാവുള്ളൂ. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കുറേ എടുത്ത് വെക്കുന്നത്. അതിൽ ഞാനും അവളും കണക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടുതൽ വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കേട്ടുന്നു. അപ്പോൾ ഞാൻ ഇവരെ കാണാണ്ടായപ്പോൾ ഒന്ന് പുറത്തേക്ക് ചെന്നപ്പോൾ ചാന്തു അമ്മയും കൂടെ അതേ സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചാന്തിനെ ആദ്യം കുളിക്കുക, എന്നിട്ട് ഞാൻ കുളിക്കും. നിങ്ങളാണ് ഒരേ ബാത്റൂമിൽ കുളിക്കുന്നത്. രണ്ടുപേരുടെ തീരുമാനം ഉണ്ടാക്കുക ആരോട് ഫസ്റ്റ് കുളിക്കുന്നത്. അമ്മ ആദ്യം ഞാൻ കുളിക്കില്ലല്ലോ. ഞാൻ കുളിച്ചതോ? അയ്യോ ഇനി ഞാൻ കുളിക്കില്ല. അമ്മ കുളിക്കില്ല, ഞാൻ കുളിക്കില്ല. അപ്പൊ ഞാൻ ഒട്ടും കുളിക്കില്ലമ്മേ. ഞാൻ ഇന്നലെ കുളിച്ചു. അപ്പൊ എന്തായാലും കുളിക്കില്ല. രാത്രി കുളിച്ചേ? ഞാൻ ഇന്നലെ രാവിലെ കുളിച്ചു. അപ്പൊ 24 മണിക്കൂറായി കുളിച്ചോ? അതന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുളിക്കാൻ നല്ല മടിയുള്ള ആൾക്കാരാണ്. ശരിക്കും എന്തായാലും കുളിച്ചേ പറ്റൂ. ഞാൻ അതേ കുളിക്കട്ടെ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. ദൈവമേ, എവിടേക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം നിന്നിരുന്ന, അതായത് ഞാൻ ജനിച്ച സ്ഥലം, ഞാൻ ജനിച്ച വീട്, ജനിച്ച നാട്, അവിടേക്കൊന്ന് പോകണം. ഞങ്ങളവിടെ ഒരു അമ്മാമ്മയ്ക്ക് വയ്യാണ്ടിരിക്കാൻ കുഞ്ഞിലേ തൊട്ട് കുറേ നോക്കിയിട്ടുള്ളൊരു അമ്മാമ്മയാണ്. അപ്പോൾ ആളെടുത്തേക്കൊന്ന് പോകണം. പിന്നെ നമുക്ക് വൈമാളിലൊന്ന് പോകണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ചാന്തുവിന് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പിന്നെ
പർച്ചേസിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ വേഗം കുളിച്ച് അമ്മ ഹായ് വെള്ളം ചൂടാക്കിത്താം. വെള്ളം ചൂടാക്കാൻ കുളിക്കണം അമ്മ. അപ്പോൾ ദേ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ പുതിയ ചുരിദാർ. എൻ്റെ പൊന്ന് ഗൈസ് അടിപൊളി സാധനമാണ് കേട്ടോ. എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഇതൊന്നും കാണില്ലല്ലോ. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നല്ല രസമുള്ള ടോപ്പായിരുന്നു. അപ്പോൾ ഞാനും ദേ ചാന്തും കൂടെ റെഡി ആവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാറക്കുട്ടീനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അമ്മ കുറേ ചീത്ത പറയുന്നുണ്ട്. ഞങ്ങൾ സമയം 12 മണി എന്നിട്ട് ഇവളുമാർക്ക് ഒരുങ്ങാൻ പറ്റില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടം, ഞാനൊരു ദിവസം ചാന്തുമായിട്ട് ഞങ്ങൾ ഔട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുണ്ട് കേട്ടോ. അവളുള്ള ദിവസം പാറുവിന് റെഡിയാക്കുന്നത് അവളായിരിക്കും. സ്റ്റൈലായിട്ടുണ്ട് എല്ലാരും കാണാൻ അഞ്ചു ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ അതെ അഭ്യർത്ഥന പ്രകാരം അവൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റിയിരിക്കുകയാണ്. എന്നോട് ചാന്ത് പറഞ്ഞു, ചേച്ചി ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി. എപ്പോഴെല്ലാവരും ചോദിക്കുന്നു ഈ ഹെയർ സ്റ്റൈലുള്ളൂ ഈ സ്റ്റൈലുള്ളൂ ഒന്ന് സ്റ്റൈൽ മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഞാൻ ഇതെനിക്ക് സ്യൂട്ടാണോ എന്ന് പറയൂ. എല്ലായിടത്തും മുമ്പിൽ ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഒക്കെ എടുത്ത് മുമ്പിൽ കിട്ടേ. അച്ഛൻ അവിടെ കൃഷിപ്പണിയിലാണ് കേട്ടോ. അതെനിക്കിപ്പോ ഒരു ആട്ട് കിട്ടിയത്. വലിയ മാഞ്ചന്മാരുടെ പണ്ട് ഫോൺ കൊടുത്ത് കളിക്കണം അച്ഛൻ. ഹായ് എവിടെ പോവാ പാറുവാ? എന്തിനാ? നമുക്ക് അങ്ങനെ മാത്രം അറിയുള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ CGM റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിനി ഓട്ടോയിൽ വൈമാളി പോകണം. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ഫുഡ് അടിക്കണം. ഫുഡ് അടിക്കണം. അതിനുശേഷം കാണാം. പാറൂസിന് എവിടെ പോകുമ്പോൾ ഈ ഒരു ചെരുപ്പുള്ളൂ കേട്ടോ ഗൈസ്. അവൾ സമ്മതിക്കത്തില്ല. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം. ഇതിൻ്റെ ഷോളൊക്കെ നല്ല ഷാളാണ് കേട്ടോ. അടിപൊളി ഷാളാണ്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി പറയാം. ഇത് അവൾ പറഞ്ഞിട്ട് ഞാൻ കെട്ടിയത്. പിന്നെ എനിക്കും തോന്നിയിട്ടോ കുഴപ്പമില്ലാതെ എനിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ ഇതേ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ വരാനായിട്ട് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 12 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കറക്കും തലവേലെടുക്കും. മാളിക്ക് കുഴപ്പമുണ്ടാവില്ല. തണുപ്പായി ആശ്വാസമായി. ഗൈസ് ഞങ്ങൾ 12 മണി തൊട്ട് നിൽക്കണതാണ്. 12 മണി തൊട്ട് പോസ്റ്റ്. ഈശ്വരാ കരിഞ്ഞു. കുറച്ച് ദിവസം തന്നെ കൊണ്ടുവരാൻ കരിഞ്ഞു. കുറച്ച് നേരം കൊണ്ട് കരിഞ്ഞു. കാശുകുട്ടാ അതേ ഇപ്പം അവിടെ എന്തോ കണ്ടിട്ട് പോകണട്ടാ. നോക്കിയിട്ട് പോട്ടെ, പാമ്പൊക്കെ ഉണ്ടാവും. ഞങ്ങളവിടെ സ്റ്റോപ്പിൽ നിന്ന സമയത്ത് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചുവന്ന പൂവ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചുവന്ന പൂവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളിയുള്ള പൂവാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ എതളൊക്കെ നല്ല കട്ടിയാണ്. എതളിനൊക്കെ നല്ല പുളിരസമായിരിക്കും കേട്ടോ. അപ്പോൾ അത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആൻറ്റി മോളും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും നമ്മളോട് ചോദിച്ചായിരുന്നു ചാന്തു നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന്. ഇല്ല, ഞങ്ങൾ അവളെ സാറ്റർഡേ കൊണ്ടുവരും. എന്നിട്ട് മൺഡേ കൊണ്ടുപോകും. കാരണം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും രാവിലെ പോയിട്ട് രാത്രിയാണ് വരും. അപ്പോൾ അത്രയും നേരം ഞങ്ങൾക്ക് അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ പേടിയാണ്. ഞാൻ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉള്ള ദിവസങ്ങളിൽ ചാന്തുര തലേ ദിവസം കൊണ്ടുവരും, പിറ്റേ ദിവസം കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു എതളുള്ള പൂവുണ്ടല്ലോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര പുളിയാണ്. പണ്ടൊക്കെ നമ്മൾ കുറേ തിന്നിട്ടുള്ളൊരു സംഭവമാണ്. അത് നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് പൊട്ടിച്ച് പോയി. അത് കാരണം എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മൾ എവിടേക്ക് എത്തി. അപ്പം അമ്മയ്ക്ക് ഇത് കയറാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തായാലും കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തള്ളി കയറ്റാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം കാശുക്കുട്ടന് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉണ്ണികൾക്കും വിശക്കുന്നുണ്ട്. അടിയത്തെ ഫ്ലോറിൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ.
അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷവർമ, ഒരു ഫ്രൈഡ് റൈസൊക്കെ കിട്ടുന്ന ഒരു ചൈനീസിൻ്റെ ഒരു സെക്ഷൻ അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഷവർമ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണികൾക്ക് റൈസായിട്ട് ഐറ്റംസ് കൊടുക്കാനായിട്ട് നമ്മുടെ അൽഫാം മന്തി ഉണ്ടല്ലോ അത് മേടിച്ചു. ഒരു ഹാഫ് അങ്ങോട്ട് മേടിച്ചു അതിൻ്റെ റൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഷവർമ, ഒരു 8 പീസിൻ്റെ ഒരു ഷവർമയും കൂടിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ട് ഏകദേശം കാലിയാണ് കേട്ടോ. പിന്നെ നമുക്കറിയുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കാശിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഓട്ടമായിരുന്നു. അമ്മ പാവം അവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മ വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തടി ഇളകാതെ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു എനിക്കൊന്നും വയ്യ ജ്യോതി, വേണമെങ്കിൽ പിള്ളിൻ്റെ ക്രാവിനെ കയറി പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെയും അവൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി കാശിക്കുട്ടനെ പിടിച്ചിട്ടോ. പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം വലിയ സീനില്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അത്യാവശ്യം എല്ലാ സീറ്റും ഫുള്ളാവാറ്. അപ്പോൾ ഇതായിരുന്നു ഷവർമേൻ്റെ മക്കളെ. ഷവർമ അടിപൊളിയായിരുന്നു, ഭയങ്കര ക്രിസ്പി ആയിട്ട്, ഉള്ളിലത്തെ ഫില്ലിംഗ് ആയാലും നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്സൊക്കെ ആയിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് സെപ്പറേറ്റ് അതിലുണ്ടായിരുന്നു കേട്ടോ, ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് നമ്മൾ അതാണ് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് ഫ്രൈസും കൊടുത്തു, പിന്നെ അൽഫാം മന്തി അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച്. പാറുട്ടം കഴിച്ചിട്ടോ. ഇതിൻ്റെ കവറിങ് എനിക്ക് ചപ്പാത്തി അല്ല ആക്ച്വലി, എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറേ ഷവർമകൾ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെച്ചിട്ട് എനിക്ക് ഈ ഷവർമ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചേട്ടൻ കൊണ്ടുവരുന്നൊരു ഷവർമയുണ്ട്, അതും നല്ല ഷവർമ, അതിൻ്റെ അത്ര എത്തൂല്ലെങ്കിൽ പോലും ഇതിനുള്ളിലത്തെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അൽഫാം മന്തിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന മന്തിന് അത്ര ഒന്നും പോരാ, കാരണം ഫ്ലേവർ ഇല്ല, റൈസിനൊന്നും ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. ഉണ്ണികൾക്ക് ഞങ്ങൾ മന്തി കൊടുത്തു, അതിനുശേഷം ഞങ്ങൾ ഷവർമ കഴിച്ചു. പക്ഷേ 8 പീസ് നമുക്ക് എന്താ പറയുക, കൊതി ഇറങ്ങില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചാന്തുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. നമുക്ക് അമ്പലത്തിൽ ഞങ്ങളുടെ ഇടമുട്ടം പൂയം വരികയാണ്. അപ്പോൾ ഞാൻ ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളാണെങ്കിൽ ചുരിദാർ ഇടുന്നത് വളരെ കുറവാണ്, ഇങ്ങനത്തെ കുർത്തി സെറ്റൊക്കെയാണ് ഇടാം. പക്ഷേ അവൾക്കത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഡ്രസ്സ് ഇങ്ങനെ നോക്കി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇത് കണ്ട വശം ഓടി കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ നിന്ന് പാറുവിന് കുറേ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇതൊന്നും പാകാവില്ല, ഇതൊക്കെ പ്രൈസ് കേട്ടോ. അത് പക്ഷെ പാകിടാൻ പറ്റില്ല, ഓൺലൈനിലും പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്തു. നിനക്ക് വേണമെങ്കിൽ എടുത്തു. സ്റ്റുഡിയോയിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ആൺകുട്ടികൾക്ക് 149 രൂപയുടെ കുറേ ടീഷർട്ട് ഉണ്ട്. പക്ഷേ ഇത് വെറുതെ കേട്ടോ ഗൈസ്, ഒരു 2-3 വാഷിന് ഇതാകെ കൊള്ളായി പോവും. കാരണം നരച്ച് പുണ്ണാസാവും തന്നെ പറയാൻ വേണമെങ്കിൽ നമുക്ക്. എന്നാലും നമ്മൾ പിള്ളേർ നമ്മുടെ അടുത്ത് കുറേ ഉണ്ടല്ലോ വീട്ടിൽ, അതുകൊണ്ട് ഞങ്ങൾ മേടിക്കും. എപ്പോൾ പോയാലും ഒരു 2-3 ടീഷർട്ടായിട്ട് നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ സഞ്ചി തൂക്കി നടക്കുന്നത് നമ്മുടെ പാറുകുട്ടിയാണ് കേട്ടോ. ഒരു ദിനം കൊണ്ട് ഷോപ്പിങ്ങിന് വന്നാണ് ഗൈസ്. എന്തുവാ ചാന്തു ഇത്, എന്തെങ്കിലും അവളെ നോക്കിയല്ലോ, നോക്കില്ല. ഏതാണെങ്കിലും എടുക്കാം. എടാ കുട്ടാ, ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്പുകൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ ക്രോപ്പ് ടോപ്പ് നോക്കാം. വാ, നമുക്കത് അവിടെ ഉണ്ടാവും തോന്നുന്നു. പിങ്ക് സൈസ് എനിക്ക് നോക്കിയായിരിക്കോ? ഓക്കെ,
അപ്പോൾ കുറേ ക്രോപ്പ് ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. ക്രോപ്പ് ടോപ്പ് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ അത്യാവശ്യം സെലക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടോപ്പുകൾ, ലോങ് ടോപ്പുകളുടെ സെക്ഷനിലേക്കൊന്നും ഞങ്ങൾ പോയതേ ഇല്ല. കാരണം അവൾക്ക് അത് ആവശ്യമില്ലായിരുന്നു. പാറുവിൻ്റെ വക പാറുവും കുറേയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇപ്പോൾ കുറേയൊക്കെ അറിയാം ഗൈസ് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. അതൊക്കെ അവൾക്ക് അറിയാം കേട്ടോ. ഞങ്ങളെ കൂടെ വന്നിട്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു വൈറ്റ്, പക്ഷേ ആളക്കയിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് ഉണ്ടായതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇതല്ല, വേറെ കുറച്ച് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒരു പിങ്ക് അത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടോ പിങ്ക്. പക്ഷെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്, ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഹോളുള്ളതുകൊണ്ട് അത് നമ്മുടെ എങ്ങനെയാണ് ചെസ്റ്റിൻ്റെ അവിടേക്ക് വരുമോയെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തു ഞങ്ങൾ. പക്ഷേ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി. മനസ്സടഞ്ഞ പാറുണ്ട് ജീൻസിന്റെ മേടിച്ചിട്ട് കൊച്ചി വാങ്ങണോട്ടോ. മാസ്ക് വേണം നല്ല. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു. ഞാനിവിടെ നിന്ന് സ്റ്റുഡിയോന്ന് ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പാറു കഴുത്തിലിട്ടുള്ളൂ കേട്ടോ. പിറ്റേ ദിവസമായപ്പോഴത്തേനും അത് കറുത്ത് കരിക്കട്ടായി പോയി ഗൈസ്. അത്രയും ലോക്കൽ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാറു കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. കാരണം അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കാൻ പോകരുത്. കാരണം ഡ്രസ്സ് അതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ അവിടെ ബാഗ് കൊടുത്തിട്ട് എനിക്ക് മെയിനായിട്ടും സെറ്റാഫിൻ്റെ ലോഷനായിരുന്നു വേണ്ടത്. പക്ഷേ ലോഷനും സോപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. സെബാമെഡിൻ്റെ ഒരു ബോഡി ലോഷനല്ല, ബോഡി വാഷായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് നല്ല പൈസയായിരുന്നു. അത് നമ്മൾ എടുത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വേണമായിരുന്നു. സ്നഗ്ഗിയുടെ ഓഫറിൽ നമ്മുടെ സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഉണ്ടല്ലോ. തൈര് ഞാനിപ്പോൾ എന്നും കഴിക്കും. ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സ്പൂൺ തൈര് എടുക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ യോഗേർട്ടിൻ്റെ അത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട്. പിന്നെ കോൺ സാലഡിന് വേണ്ടിയിട്ട് കോൺ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കാശിക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് കോൺ കഴിക്കാൻ വേണ്ടിയിട്ട്. സ്ട്രോബെറി പാറുവിനെ ഫ്രൂട്ട്സ് ഡേക്ക് സ്ട്രോബെറി കൊടുത്തയക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്, സ്ട്രോബെറി ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. എൻ്റെ പോലെ മണ്ടത്തരം കാണിക്കരുത്. ഞാൻ 2 ബോക്സ് ഫ്രീസറിൽ വെച്ചിട്ട് അത് അളുത്തുപോയി, നശിച്ചു പോയിട്ടത്. എനിക്ക് അന്ന് ശരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കരമായിട്ട് അളുത്തു പോയായിരുന്നു. ചോളം മേടിച്ചു 2 സെറ്റ്. പിന്നെ പീച്ചിങ്ങ, ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് പറയണേ. പീച്ചിങ്ങ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് മേടിച്ചില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ല. സോ പീച്ചിങ്ങ മേടിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മുടെ വാഴക്കൊടപ്പനം കണ്ടപ്പോൾ വാഴക്കൊടപ്പം മേടിച്ചു. ഇതൊക്കെ എനിക്കും ഏട്ടൻ്റെയും ഇങ്ങനത്തെ ടേസ്റ്റികളൊക്കെ ഒരേപോലെ കേട്ടോ. അത് മേടിച്ചു. ഞങ്ങൾ സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വാഷ് ചെയ്തിട്ട് കൊടുത്തിട്ടോ. കാരണം വാശി മാറാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും 2 പേർക്കും വാശി കുറവായിരുന്നു. ഞങ്ങൾ 2 പേര് ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റി ഇരുത്തിയതുകൊണ്ട് ഇവരെ പിന്നാലെ ഞങ്ങൾക്ക് ഓടേണ്ടി വന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഒരു അമ്മാമ്മയുടെ അടുത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും കുറച്ച് മാതള നാരങ്ങ മേടിക്കേണ്ടതുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാനും, അതായത് നമ്മുടെ മക്കൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് മേടിച്ചു. അവക്കാടോ ഇരിക്കുന്നുണ്ടായിരുന്നു. 299 ആയിരുന്നു അവക്കാടോയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, സോറി കേട്ടോ, അവക്കാടോയുടെ റേറ്റ് ഇല്ല, അതിനേക്കാൾ റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ. കാരണം എല്ലാ പ്രാവശ്യവും മേടിച്ചിട്ട് നാശാക്കല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഒരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കി ഗൈസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അധികം ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരെണ്ണം എടുത്തു. പിന്നെ നമ്മൾ എന്തൊക്കെ എടുത്തത്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് എടുത്തത്. പിന്നെ ഇവർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഒരു കിൻഡർ ജോയുടെ മിഠായും മേടിച്ചു കൊടുത്തു. കിൻഡർ ജോയുടെ മിഠായി വാങ്ങിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഡയറി മിൽക്ക് സിൽക്ക് ഇവർക്ക് മേടിച്ചു കൊടുക്കാം. അത് വേറൊരു നഗ്ന സത്യം. ഇതിൻ്റെ പാക്കറ്റിലിരിക്കുന്ന ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാക്കൊക്കെ ചെയ്ത് അവിടെ നിന്ന് ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് പോകാൻ പോവാട്ടോ. ഫുഡ് എന്തെങ്കിലും മേടിക്കാൻ പോവാട്ടോ. അച്ഛൻ ഏട്ടനും എന്തെങ്കിലും മേടിക്കാൻ പോവാണ്. വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് കാല് മുന്നേ. ഞങ്ങളപ്പോൾ വീട്ടിലേക്ക് ബർഗർ മേടിച്ചിട്ടുണ്ട്. അടിയിൽ അമ്മയും പാറും കാശിയും പോസ്റ്റ്. അങ്ങനെ 2 പേരും പോസ്റ്റ്. എടാ അമ്മേനെ വിളിച്ചിട്ടൊന്ന് പറയണം. സോറി, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ചാമ്പിൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. അവിടെ ഞങ്ങളൊരു 15 മിനിറ്റ് പോസ്റ്റ് ആയിരുന്നു. അവർക്കുള്ള ഫുഡും കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്.
എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അവരെ കൂടെ ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ അമ്മയ്ക്കൊക്കെയാണെങ്കിലും അവരൊന്നും അങ്ങനെ പോവാറില്ല. അപ്പോൾ ചാന്തൊക്കെ പോവാറുണ്ടെങ്കിലും അമ്മേനായിട്ടും ചാന്തുനൊക്കെ ആയിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമാണ്. 2 പ്രാവശ്യം പോയപ്പോഴും നിതീഷ് ചേട്ടൻ ഉണ്ടായിരുന്നില്ല. നിതീഷ് ചേട്ടൻ 2 പ്രാവശ്യം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുട്ടിക്കാലത്തെ, അതായത് ഞാനൊരു 4ാം ക്ലാസ് വരെ ജനിച്ച നാട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മാമ്മേനെ കാണാൻ വേണ്ടി വന്നതാ. കാണിച്ചത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് നടന്ന് കളിച്ചിട്ടുള്ള അമ്പലമാണ് മുതിരപ്പറമ്പിൽ അമ്പലം. ഇത് കടിയായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ഇരുന്നിരുന്ന അമ്മമ്മനെ കാണാനാണ് ഞങ്ങൾ വന്നത്. വീടിലെ അമ്മമ്മ ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് വരുമ്പോൾ മിഠായിക്ക് ഫ്രീക്കൊക്കെ തരും. പിന്നെ ആ വഴി കാണുന്ന വഴി ഉണ്ടല്ലോ, അതിൽ കൂടെ ഒക്കെ കുറേ ഓടി വരുന്നത്. ഈ വഴി കൂടെ ഇങ്ങനെ നടക്കും. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നു. നടക്ക് വീട്ടിലേക്ക് പോയി. ഈ അമ്പലത്തിലേക്ക് വരും. പറ ഹനുമാൻ തുള്ളല് പറ. ഈ അമ്പലത്തേക്ക് വരും, കുറേ കുരുത്തക്കേടുകൾ കാണിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ നേരെ ഉണ്ടല്ലോ ഇവിടെ 4ാമത്തെ വീട്, അതായത് ലെഫ്റ്റ് സൈഡിൽ 4ാമത്തെ വീടായിരുന്നു ഞങ്ങളുടെ വീടെന്ന് പറയണത്. നമ്മുടെ കുഞ്ഞിലിപ്പോൾ ആ വീട് പൊളിച്ചു വേറെ വീടൊക്കെ ആക്കിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മാമ്മനെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോട്ടെ, ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഇപ്പോൾ വരും. വീട്ടിലേക്ക് വേഗം ചെല്ലട്ടെ ഗൈസ്. ഇവിടുത്തെ ഹനുമാൻ തുള്ളൽ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഹനുമാൻ തുള്ളൽ കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. അയാളുണ്ടല്ലോ, അയാളുടെ കൂമ്പ് വരെ ഹനുമാൻ തുള്ളിയിട്ട് പോവും. അതായത് തുള്ളും ഓടി അങ്ങോട്ട് കയറും. അപ്പോൾ അത് നല്ലോണം ജനത്തിരക്കായിരിക്കും. 4 ചുറ്റും ആൾക്കാരായിരിക്കും. എന്നിട്ട് ഹനുമാനെ തുള്ളിയിട്ട് അങ്ങനെ ഭയങ്കര സെലക്റ്റീവായിട്ട് ഇങ്ങനെ വടമാലയും പഴവും ഒക്കെ കൊടുക്കും. നല്ല, അതായത് ഒരുപാട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് മാറിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തോളമായിട്ട് പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സാരം. കുറേ നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ ഒരു ചായയും കുടിച്ചു. അച്ഛന് മേടിച്ച ബർഗർ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെപ്പറേറ്റ് ആയിട്ടൊരു എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ചാന്തും കൂടെ എന്താ പറയുക 50 അടിച്ചു കേട്ടോ. പക്ഷേ ഇത് ചീസ് ബർഗറാണ്. ചീസ് ബർഗർ നമുക്ക് ഭയങ്കര ഒരു മട്ടിപ്പ് തരും. നമുക്ക് അതിൻ്റെ ഹാഫേ ശരിക്കും കഴിക്കാൻ പറ്റുള്ളൂ. ചീസ് നല്ല ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര മട്ടിപ്പാട്ടാവും. ഒരെണ്ണം കഴിക്കുമ്പോഴത്തേനും ഒരെണ്ണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഹാഫ് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ തല കിടങ്ങും. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റ്. വല്ലപ്പോഴൊക്കെ കൂടി ഒരെണ്ണമൊക്കെ കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റുണ്ടാവും. അങ്ങനെ അതിരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒടുക്കത്തെ കൊതുവാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊതുവിനെ കൊല്ലണ ബാറ്റായിട്ടിരിക്കാൻ. ഇതൊരു ശരിക്കും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ കാലിൻ്റെ പാൻറ്റൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിങ്ങനെ ഇരിക്കും കൊതുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചാന്തൊരു സാധനം ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട്. എൻ്റെ നാത്തൂന് ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സാധനമാണിത്. പേരയ്ക്ക ഉപ്പും മുളക് ഇട്ടത്. മോനെ വേണ്ട അരിയും. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ നോക്കിയോ, ഉപ്പ് മുളക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് മുളക് വെളിച്ചെണ്ണ വിത്ത് പേരയ്ക്ക. അപ്പോൾ ദേ ഏട്ടനും ഒരു ബർഗർ എടുത്ത് കൊടുത്തു. അവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ച് അപ്പം തന്നെ അങ്ങ് ചോറും ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകും. നെക്സ്റ്റ് ഡേ പാറുവിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴായി പിന്നെ കഴിഞ്ഞ വീക്കും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീക്കും ഞാൻ എത്തി. ഭയങ്കര സന്തോഷം. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് അമ്മയുള്ളപ്പോൾ വരാനേ ഇഷ്ടമുള്ളൂ. അമ്മ ഉള്ളപ്പോഴേ ചാന്തും വരുള്ളൂ. ഞാൻ നിൽക്കാൻ വരുന്നുണ്ടെങ്കിൽ ചാന്തും കൂടെ നിൽക്കാൻ വരും കേട്ടോ. പക്ഷേ എനിക്ക് നിൽക്കാൻ എൻ്റെ അമ്മയുള്ളപ്പോൾ നിൽക്കാൻ ഇഷ്ടം. പണ്ട് ഞാനും എൻ്റെ അമ്മയ്ക്ക് ലീവുള്ള ദിവസമൊക്കെ ഞാനും അമ്മയും നല്ല അടിയായിരിക്കും. അതായത് എനിക്ക് അമ്മ ഉള്ള ദിവസം വീട്ടിൽ
നിൽക്കാനേ ഇഷ്ടമല്ല. കാരണം തല്ലാണ്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും തല്ലാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും, കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ വാല്യൂ അറിയും. അത് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതായത് അവരുടെ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്കും ചാതുവിനും സെപ്പറേറ്റ് ആയിട്ട് പാക്കറ്റിൽ ക്യാബേജും പച്ചമുളകും തക്കാളിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോവാണ്. എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോഴും കൈ നിറയെ സാധനങ്ങളായിട്ടാണ് പോവുക. ചാന്തുൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ അച്ഛനാണ് ഇവിടെ കൊണ്ടുവരാൻ വരിക. അപ്പോൾ ചാന്തു ഒരു ഹെൽമെറ്റും കൊണ്ടാണ് വരിക കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഞങ്ങളെ കൂടെ ഞാനും ഏട്ടനും പോകുമ്പോൾ ചാന്തുവിനെ അവിടെ ഇറക്കണം വീട്ടിലും. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് തക്കാളി തൈ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിതീഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളും കുറച്ച് ഫാമിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നല്ല തക്കാളി തൈ ആയിരുന്നു. അതെടുത്തിട്ട് നമ്മളിതേ കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഹാപ്പി. ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സ്പെഷ്യലായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ ഞാൻ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയപ്പോൾ തന്നെ ഒരു 10 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു മടിയൊക്കെ ആയിരുന്നു എനിക്ക് ഇന്നിങ്ങോട്ട് വരാൻ. എനിക്ക് അങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല. ഞാൻ ഇങ്ങോട്ട് പറയാറുള്ള പോലെ എനിക്ക് വീട്ടിൽ ഇടയ്ക്ക് പോയി ഇടയ്ക്ക് വരാൻ ഇഷ്ടം. എനിക്ക് കുറേ ദിവസവും വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. മേ ബി വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തോ ഒരു സംഭവമായിരുന്നു എനിക്ക്. അപ്പം എന്തായാലും 2-3 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയണമല്ലോ. ഞാനും ഏട്ടനും പിള്ളേരും മാത്രമാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പക്ഷെ അത് ഭയങ്കര നമ്മുടെ ബാക്കിയുള്ള വെച്ച് നമ്മളെല്ലാവരും കൂടെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അത് ബോറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, ഞങ്ങളിങ്ങനെ ഒട്ടും ഉണ്ടായിട്ടില്ല അല്ലേ ഏട്ടാ. നമ്മൾ മാത്രമായിട്ട് എന്ന് അച്ഛനമ്മയും കീത്തുന്നെങ്കിലും ഇല്ലാണ്ട് കുറച്ച് ദിവസങ്ങൾ നിന്നിട്ടുണ്ടോ? കൂടിപ്പോയ രാത്രി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ രാത്രി ഉണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം അവർ പോയിട്ട് പിറ്റേ ദിവസം വരും. അങ്ങനെ ഇരിക്കും. അല്ലാണ്ട് ത്രൂ ഔട്ട് എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ കല്യാണത്തിന് മുമ്പ്, അതായത് നിഖിലിൻ്റെ കല്യാണത്തിന് മുമ്പ്, അപ്പം ആ സമയത്ത് ഗീത്തൊന്നും ഇല്ലല്ലോ, പിള്ളേരും ഇല്ല. ഭയങ്കര ഇതിൽ വലിയ അത് വേറൊരു സംഭവമാണ്. അതൊക്കെ എന്താ പറയുക, അങ്ങനെ 2 പേരും മാത്രം അങ്ങനെയൊക്കെയല്ലേ. സോ നമ്മളിന്ന് എത്തി. നാളെ തൊട്ട് ഇവിടെ വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നോക്കിയും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങാൻ പോകുന്നത് അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂമിലാണ് കേട്ടോ. കാരണം ഇപ്പോൾ വെളുപ്പിന് ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കുകയാണെങ്കിൽ തന്നെ അറിയില്ലല്ലോ. താഴെ കിടക്കുകയാണ് കുറച്ചുകൂടി സേഫെന്ന് തോന്നിയിട്ട് ബെഡൊക്കെ മുട്ടിച്ചിട്ട് ഞങ്ങൾ 4 പേര് അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.